നവാഗതനായ വ്യാസൻ KP സംവിധാനം ചെയ്ത അയാൾ ജീവിച്ചിരിപ്പുണ്ട് തിയേറ്ററുകളിൽ നല്ല രീതിയിൽ പ്രദർശനം തുടരുകയാണ്. മണികണ്ഠൻ നായകനാകുന്ന ചിത്രത്തിൽ വിജയ് ബാബുവും പ്രധാന വേഷത്തിലെത്തുന്നു. സിനിമാ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ഇന്ന് ഈ ചിത്രത്തിൽ അഭിനയിച്ച നടൻ കിഷോർ സിത്തയാണ് മോർണിംഗ് ഷോയിൽ അതിഥിയായി ചേരുന്നത്. കിഷോർ, സ്വാഗതം. നമസ്കാരം. എങ്ങനെ പോകുന്നു പടം അയാൾ ജീവിച്ചിരിപ്പുണ്ട്? പടം വളരെ നല്ലൊരു ഫീൽ ഗുഡ് മൂവി എന്നുള്ളൊരു ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് ഞാൻ ഒരു വലിയ താരങ്ങളൊന്നുമില്ല. ഇത് കഥയാണ് ഇതിനകത്ത് പ്രധാനമായിട്ടുള്ളത്. രണ്ട് പുരുഷ കഥാപാത്രങ്ങളെ ഫോക്കസ് ചെയ്തിട്ടുള്ള പടം. നോർമൽ കേസിൽ അങ്ങനെ ആരും ചിന്തിക്കില്ല. ഒരുപക്ഷെ ഇതിൽ ഒരാളെ ഫീമെയിലാക്കും, ഒരു ക്യാരക്ടർ വേണേൽ സ്ത്രീയാക്കും, ഒന്ന് പുരുഷനാക്കും, അവരുടെ ഒരു പ്രണയം അങ്ങനെയൊക്കെ വെച്ചായിരിക്കും നോർമൽ കേസിൽ ഒരാൾ ഇത്തരം ഒരു സബ്ജക്റ്റ് കൺസീവ് ചെയ്യുന്നത്. പകരം ഇതിൽ രണ്ട് പുരുഷ കഥാപാത്രങ്ങളെ ഫോക്കസ് ചെയ്ത് ഔട്ട് ആൻഡ് ഔട്ട് ഈ രണ്ട് ക്യാരക്ടേഴ്സാണ്. അപ്പോൾ ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ഇവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നു പോകുന്ന ക്യാരക്ടേഴ്സുള്ളൂ. ഒരു സിനിമ കണ്ടു കഴിയുമ്പോൾ ഇതിലിപ്പോൾ ഒരു നായികയുണ്ട്. ഇപ്പോൾ ഞാൻ നായികയുടെ ബ്രദർ, ഞങ്ങൾ ട്വിൻസാണ്. ഇപ്പോൾ വിജയ് ബാബുവിൻ്റെ ബ്രദറിലൂടെ. അപ്പോൾ ഇതൊക്കെ നായികയെ പോലും നിങ്ങൾ സിനിമ കഴിയുമ്പോൾ ഓർത്തിരിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ രണ്ട് കഥാപാത്രങ്ങളെ പൂർണ്ണമായിട്ടും ആൾക്കാർ ഓർത്തിരിക്കുന്ന പോലത്തെ ഒരു, എനിക്ക് തോന്നുന്നു ഒരു പുതിയ സംവിധായകൻ എന്നുള്ള നിലയിൽ വ്യാസൻ ചേട്ടൻ്റെ ഒരു വലിയ പരീക്ഷണമാണ്. കാരണം ആരും ഇത്തരം പരീക്ഷണങ്ങൾക്ക് നിൽക്കില്ല. തീർച്ചയായിട്ടും നമുക്ക് അഭിമുഖത്തിലേക്ക് തുടരാം. ചിത്രത്തിൻ്റെ കുറച്ച് രംഗങ്ങൾ കണ്ടിട്ടുണ്ട്. Can you hear the vroom sound? Murugan asked me. Yeah, I replied. It's coming from the far end of the horizon. Let's get back to the shore before it rains. നിനക്ക് കാണണോ ഗോവ? ഇതല്ലേ ഗോവ? ഇതല്ല ഗോവ. I didn't get your friend's name actually. He's Murugan, my only friend in Goa. Hello, Morgan. കാഴ്ചക്ക് കേരളം പോലെ ഉണ്ടെങ്കിലും ഗോവയും ഗോവക്കാരൊക്കെ വേറെ. John is basically an indoor person. He's not very fond of traveling. Something is not right here. That's a case. Goa is a small state. We can find him in no time. What the hell are you doing? I'm a state guest, damn it! I strongly believe there is some kind of mystery behind anything called the work of art. Murugan. ഈ സ്വന്തം ബന്ധത്തിലൊന്നും ഒരു കാര്യമില്ല സാറേ. ഗോവ ഒരു പ്രധാന കഥാപാത്രമായിട്ട് വരുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും. അതായത് ഈ മണികണ്ഠൻ്റെ ക്യാരക്ടർ ഗോവ കാണാനുള്ള അയാളുടെ ഒരു ഇഷ്ടത്തിന് വേണ്ടിയിട്ട് അയാൾ ഗോവയിൽ പോകുന്നിടത്തു നിന്നാണ് കഥ ഉണ്ടാകുന്നത്. ഇപ്പോൾ ഗോവ ഒരു വലിയ ഒരു ടെറൈനാണ് സിനിമയിൽ. ഗോവ നിറഞ്ഞിരിക്കുക. ഗോവൻ ജീവിതത്തിൻ്റെ ഇല്ല, ഗോവൻ ജീവിതത്തിൻ്റെ അതിലേക്ക് പോകുന്നില്ല. പക്ഷെ ഇയാൾ ഗോവ എന്ന് പ്രതീക്ഷിച്ച് അവിടെ പോയി അയാൾക്ക് ഭാഷ അറിയില്ല. മലയാളം ഇവിടുന്ന് ആൾക്കാരും തനിക്ക് ഭാഷ അറിയാം. പക്ഷെ വാസ്കോഡിയാന്ന് വരുമ്പോൾ ഭാഷ അറിയായിരുന്നു. ഇന്ന് ചോദിച്ചു പോകുന്ന ഒരാൾ ഭാഷ അറിയാതെ വിട്ടുപോയിട്ട് അവിടെ നിന്ന് യാദൃശ്യമായിട്ട് ആളെ കണ്ടുപിടിച്ചതിൽ പ്രധാനമായിട്ടൊന്നുമില്ല. അപ്പോൾ അവിടെ ഈ വിജയബാബുവിൻ്റെ ഒരു കഥാപാത്രം അയാളൊരു റൈറ്ററാണ്. ഇപ്പോൾ ഒരു ആദ്യത്തെ ഒരു ബുക്കിന് ശേഷം അദ്ദേഹത്തിനൊരു റൈറ്റേഴ്സ് ബ്ലോക്കിലാണ്. അപ്പോൾ ഒരു കഥയില്ലാത്ത ഒരു റൈറ്റർ കഥയുള്ളൊരു ചെറുപ്പക്കാരനെ കണ്ടുമുട്ടുന്നു. അതിലൂടെ അവരുടെ ഒരു ട്രാവലിലൂടെ ഇയാൾക്ക് അടുത്തൊരു പുസ്തകത്തിലുള്ള കഥ കിട്ടുന്നതാണ് പ്രധാനമായിട്ടും ഇതിലേക്ക് പോകുന്നൊരു ട്രാവൽ എന്ന് പറയുന്ന പടത്തിൻ്റെ. അപ്പോൾ യാത്രയാണ് അതിൻ്റെ ഒരു ചെറിയൊരു പ്രമേയമായിട്ട് കിടക്കുന്നത് അല്ലേ? അതെ, ഇയാളുടെ ഒരു യാത്ര, അവിടെ ചെന്ന ഒരു ഗോവയിലൂടെ. അപ്പോൾ അതിലൂടെ ഒരു എഴുത്തുകാരൻ, ഒരു റൈറ്റേഴ്സ് ബ്ലോക്ക് എന്നൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ളൂ. ഒരു എഴുത്തുകാരന് ബ്ലോക്ക് ഉണ്ടായി. അപ്പോൾ അങ്ങനെ ഒരു റൈറ്റേഴ്സ് ബ്ലോക്കിൽ പെട്ട ഒരാൾക്ക് ഒരു വളരെ അദൃശ്യമായിട്ട് ഒരാളെ കിട്ടുന്നു. അപ്പോൾ അയാൾ ഗോവയിലൂടെ സഞ്ചാരം, അതിലൂടെ വരുമ്പോൾ ഇയാളെ സംബന്ധിച്ച് ഇയാൾക്ക് ഒരു വലിയ കഥയിലേക്കാണ് ഇയാൾ എത്തപ്പെടുന്നത്. ഈ എഴുത്തുകാരൻ ജോൺ മാത്യു മാത്തൻ എന്ന് പറയുന്ന കഥാപാത്രം. അതാണ് എൻ്റെ ബേസിക് ആയിട്ടുള്ള രണ്ട് പുരുഷന്മാരുടെ സൗഹൃദം. മണികണ്ഠൻ നമ്മുടെ കമ്മട്ടിപ്പാടം ഫെയിമൊക്കെയാണ്. പക്ഷെ നമ്മൾ അതിനു മുമ്പാണ് ഇതിലേക്ക് കാസ്റ്റ് ചെയ്തതെന്നൊക്കെ കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ് ഈ മണികണ്ഠനുമായിട്ടുള്ള ഒരു സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യുന്നത്? ഇല്ല, ഞാനിതിൽ മണികണ്ഠനോട് സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്തിട്ടില്ല. ഞാനും ഹീറോയിനും വിജയ് ബാബുവും, ഹീറോയിൻ നമ്രത ഗേക്വാദ് എന്ന് പറഞ്ഞിട്ട് മറാഠി ആക്ടറാണ്. അപ്പം ഞങ്ങൾക്ക് മാത്രമേ കോമ്പിനേഷൻ ഉള്ളൂ. പക്ഷേ ഇദ്ദേഹം വളരെ പോപ്പുലറായിട്ടുള്ള, ഒരു സിനിമ കൊണ്ട് തന്നെ വളരെ പോപ്പുലറായിട്ടുള്ളൊരു ആക്ടറാണ്. വളരെ ഡൗൺ ടു എർത്ത് ആക്ടറാണ്. ഇപ്പോൾ തന്നെ അദ്ദേഹത്തിന് സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടി. വളരെ ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരാളാണ്. നമ്മൾ ഇതുപോലെ
നമുക്കിപ്പോൾ ഒരു രൂപത്തിൽ വലിയ കാര്യമൊന്നുമില്ല. ഇപ്പോൾ മലയാള സിനിമയിലാണെങ്കിൽ ഇപ്പോൾ ഒരു കഥാപാത്രത്തിന് ചേരുന്ന ഒരാളെ വന്നാൽ ജനങ്ങൾ സ്വീകരിക്കുന്ന ഒരു അവസ്ഥ സിനിമകൾക്കുണ്ടായിട്ടുണ്ട്. ഒരു പരമ്പരാഗത നായക സങ്കല്പം അതൊക്കെ നമ്മൾ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. സിനിമകൾ അതുപോലെ തന്നെ നമ്മൾ സോക്കോൾഡ് അങ്ങനെ ഒരു സിനിമ നന്നായാലും ഒരു പക്ഷേ ഇപ്പം അങ്കമാലി ഡയറീസ് ഓടുന്നു, അല്ലെങ്കിൽ കിസ്മത്ത് എന്ന് പറഞ്ഞിട്ടൊരു സിനിമ നേരത്തെ ഓടി. അപ്പോൾ അതുപോലെ സിനിമയിൽ ഇഫ് ദർ ഈസ് സംതിങ്, അപ്പോൾ ആൾക്കാർ കാണാൻ റെഡിയാവുന്ന ഒരു സിനിമാ സംസ്കാരത്തിലേക്ക് നമ്മൾ പ്രേക്ഷകരെത്തിയിട്ടുണ്ടെന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ട് കാര്യമാണ്. അല്ലാതെ നമ്മൾ പണ്ട് താരങ്ങളുടെ സിനിമകൾക്ക് ഇനിഷ്യൽ താരങ്ങളുടെ സിനിമകൾ, ഇപ്പോൾ താരങ്ങളുടെ ആണെങ്കിലും അല്ലാത്തവരുടെ ആണെങ്കിലും സിനിമ നല്ലതാണെങ്കിൽ തിയേറ്ററിലേക്ക് ചെന്ന് കാണാമെന്നൊരു ചിന്താഗതി പ്രേക്ഷകർ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം സിനിമകളൊക്കെ ഉണ്ടാകുന്നത്. ഇപ്പോൾ ഈ അയാൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് പറഞ്ഞ സിനിമയിൽ കഥയും ഒക്കെയാണ്. അതിനകത്ത് ഈ സോക്കോൾഡ് നായകന്മാർക്ക് വലിയ ഇത് ആരഭിനയിച്ചാലും ഒരു പക്ഷേ അതിന് ആപ്റ്റാണെങ്കിൽ ഈ സിനിമ നന്നായിട്ട് വരും. അപ്പോൾ അങ്ങനെ സിനിമയിലും നിർമ്മാതാക്കൾക്ക് ഒരു റിസ്ക് എടുക്കാം, ഒരു കഥാപാത്രം ചേരുന്ന ആളെ വയ്ക്കാം, സിനിമ നല്ലതാണെങ്കിൽ ഓടിക്കാം എന്നൊക്കെയുള്ള ചില പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ ഇപ്പോൾ മലയാള സിനിമയിൽ എത്തിയിട്ടുണ്ട്. അതൊരു നല്ല സൂചനയാണ്. കിഷോറിൻ്റെ കാര്യത്തിലാണെങ്കിൽ കിഷോർ സീരിയലുകളിലൂടെയാണ് മലയാളിക്ക് വളരെ ആക്ച്വലി സിനിമയിലാണ് വന്നത്. എൻ്റെ സിനിമകൾ ഓടിയില്ല. സിനിമകൾ ഓടാഞ്ഞപ്പോഴത്തേക്കും ടെലിവിഷൻ എനിക്കൊരു വലിയ പ്ലാറ്റ്ഫോം തന്നിട്ടുണ്ട്, ഡെഫിനറ്റ്ലി തന്നിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും സിനിമയിലേക്ക് വരുമ്പോൾ ഇതൊരു വലിയ ആശ്വാസമായിട്ട് അല്ലെങ്കിൽ എങ്ങനെയാണ്? തീർച്ചയായിട്ടും. കാരണം ഇപ്പം ഞാനിടയ്ക്ക് ചിലപ്പോൾ ഒരു സീരിയൽ ചെയ്യുമ്പോൾ ഒരു 3 കൊല്ലം വീണ്ടും ബ്രേക്ക് എടുക്കുന്നു, സിനിമകൾ നോക്കും. സിനിമകൾ ആത്യന്തികമായിട്ട് സാമ്പത്തികമായിട്ട് വിജയിക്കുക എന്നുള്ളത് പ്രധാനം. നമ്മൾ വളരെ പ്രതീക്ഷയോടെ ഫോർ എക്സാമ്പിൾ സിറ്റി ഓഫ് ഗോഡ് എന്നുള്ള സിനിമ വളരെ പ്രതീക്ഷയോടെ, ലീജോയുടെ പടമാണ്. അപ്പോൾ ഞാനതിലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അപ്പം അതൊക്കെ ലൈഫിൽ ബ്രേക്ക് ത്രൂ ആകുമെന്ന് വിചാരിക്കുന്നൊരു ക്യാരക്ടറാണ്. ഇപ്പോൾ എന്നെപ്പോലത്തെ ഒരാളെ വെച്ചിട്ട് വളരെ ഇപ്പോൾ എന്നെ ഒരാളൊരു കാസ്റ്റ് ചെയ്തൊരു വളരെ മാന്യനായിട്ടുള്ള ആൾ, പോലീസ് ഓഫീസർ, കളക്ടർ, നല്ല അച്ഛൻ, ചേട്ടനൊക്കെ ആയിരിക്കും. ഇതിൽ ഏറ്റവും വിടനായിട്ടുള്ള ഭാര്യയെ കൂട്ടിക്കൊടുത്ത് ജീവിക്കുന്ന ഒരു ക്യാരക്ടർ ഒരു ഡയറക്ടർ കൺസീവ് ചെയ്തെന്നുള്ളതാണ് ഒരു ആക്ടറെ സംബന്ധിച്ച് ഏറ്റവും പ്ലസ് ആയിട്ടുള്ളത്. അപ്പോൾ ആ സിനിമ ഈ ക്യാരക്ടറിന് ഒരുപാട് അപ്രീസിയേഷനും ഒക്കെ വന്നു. പക്ഷേ സിനിമ ഓടാത്തപ്പോൾ ഇപ്പോൾ ഇന്ദ്രജിത്താണ്, ഇന്ദ്രന് ഒരുപാട് പ്രതീക്ഷയോട്ടിരുന്നതാണ്. പാർവതി, പക്ഷേ അതൊരു സമയം തെറ്റി വന്ന സിനിമ ഞാൻ പറഞ്ഞു, സിനിമ തിയേറ്ററിൽ ഓടുക എങ്കിലേ നമുക്കൊരു ആക്ടർ സ്റ്റേറ്റസിൽ നമ്മുടെ ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ എനിക്ക് ദിവസം അയച്ച് കുറച്ച് പടങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ ജെയിംസ് ആൻഡ് ആലീസ് കഴിഞ്ഞു, ഊഴം കഴിഞ്ഞു, സ്വർണ്ണക്കടുവ, അപ്പോൾ ഇതുണ്ട്. ഇപ്പോൾ എനിക്ക് ജെമിനി എന്ന് പറഞ്ഞിട്ടൊരു പടം, അത് എസ്തറിനെ ഒരു ഔട്ട് ആൻഡ് ഔട്ട് എസ്തറാണ്, ഒരു കുട്ടിയെ ഫോക്കസ് ചെയ്യുന്നൊരു സബ്ജക്റ്റാണ്. അതൊരു ഏപ്രിൽ റിലീസുണ്ട്. അപ്പോൾ അതിൽ ഞാനും രഞ്ജി പണിക്കർ, സിജോ വർഗീസ് ഞങ്ങൾ 3 പേര് ക്യാരക്ടർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ വീണ്ടും ജിത്തു ജോസഫ് എന്ന സ്ക്രിപ്റ്റിൽ ആദ്യമായിട്ട് മറ്റൊരു ഡയറക്ടർ അൻസാർ ഖാൻ ചെയ്യുന്നൊരു പടം, ലക്ഷ്യം എന്നതിൻ്റെ പടത്തിൻ്റെ പേര്. അപ്പോൾ ബിജുവേട്ടനും ഇന്ദ്രജിത്തുമാണ് ഇവർ 2 ഹീറോസും. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്മീഡിയറ്റ് നെക്സ്റ്റ് ക്യാരക്ടർ ഞാനാണ് ചെയ്യുന്നത്. പൂർണ്ണമായിട്ടൊരു ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. ഇപ്പോൾ കുറച്ച് മാസങ്ങളായിട്ട് സീരിയൽ ഞാൻ കാണുന്നില്ല, സീരിയലില്ല. ഇതിൻ്റെ കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു, വേറെ ചില പ്രോജക്ട്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് 2017 കുറച്ച് പോസിറ്റീവ് വർഷമായിട്ട് വിചാരിക്കുക. തീർച്ചയായിട്ടും സിനിമയിലേക്ക് തന്നെ മടങ്ങി വരികയാണെങ്കിൽ അതെ ഞാൻ പറഞ്ഞു, നമ്മളിപ്പോൾ ഇടയ്ക്കതാണ്. ഇപ്പോൾ ഈ സിനിമ എന്ന് പറഞ്ഞാൽ സിനിമ വരുന്നു, ആദ്യത്തെ പടം വന്ന് പടം കൂടിയില്ല, രണ്ടാമത്തെ പടം വരുന്നു, ഒരു വലിയ പടമായിരുന്നു, മമ്മൂക്കയുടെ പടം. അപ്പോൾ അതിനകത്ത് എല്ലാവരും മമ്മൂക്കയെ കാണുള്ളൂ. അപ്പോൾ വീണ്ടും ഇപ്പോൾ നമ്മളൊരു കരിയർ പ്രതിസന്ധിയൊക്കെ വരും. അപ്പോഴാണ് ഇടയ്ക്ക് സീരിയൽ, ഞാനിപ്പോൾ ഒരു 10-11 ഇയേഴ്സിനിടയിൽ ആകെ 4 സീരിയൽ ചെയ്തിട്ടുള്ളൂ. എനിക്ക് വേണമെങ്കിൽ ഒരു 400 സീരിയൽ ചെയ്യാമായിരുന്നു. പിന്നെ മറ്റൊരു കാര്യം, ഇപ്പോൾ ഒരുപാട് പുതുമുഖ സംവിധായകർ വരുന്നു, ഇപ്പോൾ ഒരുപാട് പുതുമുഖ താരങ്ങൾ വരുന്നു. 86 പേരാണ് ഈ അങ്കമാലി ഡയറീസ്. അപ്പോൾ ഈ തിരിച്ചറിയപ്പെടുക അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഈ ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ചലഞ്ചാണ്. തീർച്ചയായിട്ടും ഇന്നത്തെ കാലത്ത്. എങ്ങനെയാണ് അക്കാര്യങ്ങളിലേക്ക് കിഷോർ? ഇല്ല, ഇതൊക്കെ എനിക്ക് തോന്നുന്നത് ഞാൻ വളരെ എന്താ പറയുക, ഒരു ഹാർഡ് വർക്ക് ചെയ്യാത്ത വളരെ ഈസി ഗോയിങ് ആയിട്ടുള്ള ഒരു ആക്ടറാണ്. എനിക്ക് വരുന്ന പ്രോജക്റ്റുകൾ ചെയ്തു പോകാമെന്നുള്ളതാണ് എൻ്റെ ഒരു രീതി. ഇപ്പോൾ ഇത്രയും വന്ന സിനിമകളെല്ലാം ഇങ്ങോട്ട് വന്ന പടങ്ങളാണ്. അപ്പം ഞാനോടത്തപ്പോൾ എനിക്ക് വീണ്ടും ഒരു മൂവിയിലൊക്കെ ഇതുപോലൊരു നല്ലൊരു റീ എൻട്രി കിട്ടിയ സമയത്ത് ഐ ഷുഡ് ഓൾസോ ഡൂ സംതിങ്. അല്ല, ഞാനിവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു എന്നൊരു തിരിച്ചറിവിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ട്. അതിന് ചില ശ്രമങ്ങളുണ്ട്. ഇപ്പോൾ 2017 ഇപ്പം ഞാൻ പറയും, ഇതിൻ്റെ കാലാവസ്ഥ കുറച്ചുകൂടെ അനുകൂലമായിട്ട് തോന്നുന്നു. ഒരു ആർക്കും ഇപ്പം ഞാൻ ഇപ്പോൾ ഏതൊരാൾക്കും ഇപ്പോൾ ഒരു പടം ഡയറക്റ്റ് ചെയ്യാം, ഏതൊരാൾക്കും അഭിനയിക്കാം എന്നൊക്കെ പറയുന്ന ഒരു ലെവലിലേക്ക് നമുക്ക് അത് മാറി. അതെ, അപ്പോൾ അതൊരു മേക്കിങ്ങിലാണെങ്കിലും എല്ലാം മാറി സ്ഥിതിക്ക് ഡെഫിനറ്റ്ലി ഞാൻ പറയും ചലഞ്ച്. ഇപ്പം ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ ഒരു ആൽക്കമിസ്റ്റ് പോലെ നമ്മൾ അതിയായിട്ട് ആഗ്രഹിച്ചാൽ, അപ്പം ഞാനെപ്പോഴും ഇങ്ങനെ ആഗ്രഹിക്കാറുള്ളൂ, എന്നോടൊന്നും എന്നിട്ട് തന്നെ ഇഫ് ഐ ഗെറ്റ് ദിസ് മച്ച്, അപ്പം ഞാൻ കുറച്ചുകൂടെ പരിശ്രമിച്ചാൽ ചിലപ്പോൾ ഒരു പക്ഷേ കുറച്ചുകൂടെ നല്ല റിസൾട്ട് ഉണ്ടാവുമായിരിക്കാം. നമുക്ക് നോക്കാം. ഏതായാലും റിസൾട്ട് ഉണ്ടാവട്ടെ. 2017 അത്തരത്തിലൊരു മികച്ച വർഷമാവട്ടെ കിഷോർ സത്യ എന്ന ആക്ടറുടെ ഒരു കരിയറിൽ. അപ്പം അയാൾ
തീർച്ചയായിട്ടും എനിക്ക് ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ പറയും ഇപ്പോൾ ഇത് നല്ല സിനിമകൾ എന്ന് പറയുന്നത് ഞാൻ പറയും ഇതൊക്കെയാണ് നല്ല സിനിമകൾ. ഇപ്പോൾ ഈ അയാൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് പറയുന്നത് ഇതിന് ഡയറക്ടറാണെങ്കിൽ ഇപ്പോൾ ഞാൻ പ്രൊമോഷൻസ് ഒക്കെ വേണ്ടേ. അപ്പോൾ എന്നോട് വ്യാസനേട്ടൻ പറഞ്ഞത് സിനിമ തിയേറ്ററിൽ ആദ്യം വന്നിട്ട് നല്ലതാണെന്ന് ആൾക്കാർ പറയട്ടെ, എന്നിട്ടല്ലേ പ്രൊമോട്ട് ചെയ്തിട്ട് കാര്യമുള്ളൂ. അത്രയും ഉള്ളൊരു ഡയറക്ടറാണ്. അപ്പോൾ ഒരു സിനിമ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് വളരെ മികച്ച ഒരു സിനിമ, എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞ സിനിമയാണ്. ഞാൻ സാധാരണ ചാനൽ ചർച്ചകൾ വന്നിട്ട് നമ്മളൊരു മോശമാണെങ്കിൽ വന്നിട്ട് നല്ലതാണെന്ന് പറയാറില്ല. ഇത് ഡെഫിനറ്റ്ലി ഒരു ഫീൽ ഗുഡ് ആയിട്ടുള്ള മൂവിയാണ്. അപ്പോൾ പ്രേക്ഷകർ ഇത്തരം സിനിമകളിൽ തിയേറ്ററിൽ തന്നെ പോയി കാണുക, ഇത്തരം സിനിമകളെ പ്രോത്സാഹിപ്പിക്കുമെങ്കിലേ കൂടുതൽ നല്ല സിനിമകളും നല്ലതായിട്ടുള്ള ചിന്തകളൊക്കെ മലയാള സിനിമയിൽ ഉണ്ടാവുള്ളൂ. തീർച്ചയായിട്ടും ഇപ്പോൾ ഈ പടം എല്ലാവരും കാണട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അയാൾ ജീവിച്ചിരിപ്പുണ്ട് ഒരു വലിയ വിജയമാകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. പങ്കെടുത്തതിന് നന്ദി. താങ്ക് യു.